പ്രിയപ്പെട്ടവരെ, ഞാൻ ലിസി ആൻ്റണി, ഡെപ്യൂട്ടി ഡയറക്ടർ, കോട്ടയം. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ശീതകാല പച്ചക്കറി കൃഷിയെ പറ്റിയുള്ള കുറച്ച് സംവാദങ്ങളാണ്. RITTC കോഴയുടെ നേതൃത്വത്തിൽ ഇന്ന് നിങ്ങളോട് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാനായിട്ട് അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കോട്ടയത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേറ്റ് സീഡ് ഫാം വാലാച്ചറയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ശീതകാല പച്ചക്കറി കൃഷികൾ വളരെ വിജയകരമായി നടപ്പാക്കിയതിൻ്റെ അനുഭവമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ കോവിഡുമായി ബന്ധപ്പെട്ട് വളരെയധികം രൂക്ഷമായ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ജനങ്ങളെല്ലാം മുൻകാലത്തെ അപേക്ഷിച്ച് വളരെയധികം ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് വളരെയധികം സാഹൂതം നോക്കിയിരിക്കുകയാണ്. ആരോഗ്യകരമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനും നമ്മൾ പഴയ ഹോട്ടൽ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ വീടുകളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിലേക്കും നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും എല്ലാവരും ഉത്സുകരായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതലായും ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് നമുക്കൊരു നിമിഷം ചിന്തിക്കാം. മുൻകാലങ്ങളിൽ നമ്മുടെ പുതിയ തലമുറ വളരെയധികമായി ന്യൂജൻ ഫുഡ് ഉപയോഗിക്കുകയും അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. നമ്മുടെ പഴയ തലമുറകൾക്കില്ലാത്ത പലവിധ രോഗങ്ങളും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങി. ക്യാൻസർ മുതലായി പല രോഗങ്ങളും നമ്മളെ വളരെയധികമായിട്ട് വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിയുന്നത്. നമ്മുടെ കാർഷിക വിപ്ലവത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കൃഷിയോടൊപ്പം തന്നെ ആരോഗ്യവും എന്ന മുദ്രാവാക്യം എതിർത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പും ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ട് സുഭിക്ഷ കേരളം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ വർഷം നമ്മൾ 1 കോടി ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. എല്ലാ വീടുകളിലും കൃഷി എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ വീടുകളിലും കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ഈ കൃഷി പാഠശാലകൾ ഒരുക്കുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ കൃഷി സാധാരണയായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷികളുണ്ട്,
അതുപോലെ തന്നെ കുടുംബ കൃഷി, നമ്മുടെ ഓരോ കുടുംബത്തിലും കൃഷി ചെയ്യുക എന്ന ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് വിജയകരമായി നമുക്ക് കൃഷി ചെയ്യുക എന്നാണ് നമ്മൾ ഇത്തരുണത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം ശീതകാല പച്ചക്കൃഷികൾ എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ചിന്തിക്കുന്നത് ഏറ്റവും അധികമായും ശീതകാല പച്ചക്കറി കൃഷിക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് ഏറ്റവും പ്രധാനം. നമ്മളെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ ക്ലാസ് ഏറ്റവും പ്രധാനമാണ്. കാരണം ഒക്ടോബർ ഒടുവിലേക്ക് നവംബർ ആദ്യത്തെ ദിവസങ്ങളാണ് നമ്മുടെ കൂൾ സീസൺ പച്ചക്കറി കൃഷി തുടങ്ങാൻ ഏറ്റവും നല്ല സമയം. മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ശീതകാല പച്ചക്കറി കൃഷികൾക്ക് പ്രത്യേകത അതിൻ്റെ ഗ്രോയിങ് സീസൺ, വെജിറ്റേറ്റീവ് ഗ്രോത്ത് തണുപ്പുള്ള സമയത്തായിരിക്കണം എന്നത് തന്നെയാണ്. പലപ്പോഴും പല കർഷകരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കാബേജും കോളിഫ്ലവറും ഒക്കെ നട്ടു, പക്ഷേ ഒന്നും കായ്ച്ചില്ല, കായ്ഫലം ഒന്നും ലഭിച്ചില്ല എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് കൂടുതലായി അന്വേഷിച്ച് വരുമ്പോൾ എല്ലാവരും നട്ട് പൂവിട്ട് കാബേജ്, കോളിഫ്ലവർ, തക്കാളിയൊക്കെ കായ്ച്ചു തുടങ്ങുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് തൈകൾ വാങ്ങിക്കൊണ്ട് നടും. ഫലം അവർക്ക് അതിൻ്റെ ഈൽഡ് എടുക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും അധികമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സീസണാണ്. ഈ സീസണലായിട്ട് ചെയ്യുന്ന ഈ കൃഷിയിൽ ശൈത്യം, അതായത് തണുപ്പ് ഏറ്റവും അധികമായും അതിൻ്റെ ഗ്രോയിങ് സീസൺ ലഭിച്ചിരിക്കണം. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഇവിടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളാണ് ശീതകാല പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഇടുക്കിയിലെ കാന്തല്ലൂർ, വട്ടവട പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുന്നുവെങ്കിലും നമ്മുടെ നാട്ടിൽ കൃഷി ആരംഭിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിന് ഏറ്റവും പ്രസക്തിയുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിനോടുകൂടി തന്നെ നമ്മുടെ കൃഷിയും ആരംഭിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായും വാണിജ്യ കൃഷിയേക്കാൾ ഉപരി നമ്മൾ കുടുംബ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കണം നമ്മളൊരു വീട്ടിൽ 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ശീതകാല പച്ചക്കറി കൃഷി എല്ലാ കൃഷികളും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ കാബേജ്, കോളിഫ്ലവർ, തക്കാളി, വെണ്ട, ഇതെല്ലാം പച്ചമുളക്, ഇതെല്ലാം നമ്മൾ ഈ കൂൾ സീസണിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. ക്യാരറ്റ്, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും നമുക്ക് ഈ സീസണിൽ മാത്രമേ നമുക്ക് വിജയകരമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ആമുഖമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു കുടുംബ കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം? ഒന്ന്, നമ്മൾ ഈ കൃഷി നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ വരുന്നത് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒത്തുചേർത്ത്, ഗ്രാൻഡ് പേരൻറ്, നമ്മുടെ വീട്ടിൽ പ്രായമായിരിക്കുന്നവരുണ്ട്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും നമ്മുടെ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ നമ്മുടെ ബന്ധങ്ങൾക്ക് കൂടുതൽ ആഴവും ഉറപ്പും ദൃഢതയും ലഭിക്കുന്നതിന് കൃഷി ഒരു കാരണമാകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഴയ കാലത്തെ അപേക്ഷിച്ച് എല്ലാ ആളുകളും അവനവൻ്റെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കൃഷിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മുടെ ആ സ്നേഹം കൃഷിയിലൂടെ തന്നെ നമുക്ക് ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതാണ് കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ. കുടുംബകൃഷി കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയൊരു നേട്ടം നമുക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കൃഷി നമ്മുടെ മാനസിക ഉല്ലാസം, വരുമാനത്തിനപ്പുറം മാനസിക ഉല്ലാസം, അതായത് നമ്മളിപ്പോൾ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി എന്നൊരു വിഭാഗം കൂടി നമ്മുടെ ഹോസ്പിറ്റലുകളിലും പല വയോധിക പ്രായമുള്ള ആളുകളെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം നമ്മൾ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ആളുകൾക്ക് വളരെ സന്തോഷകരമായൊരു അനുഭവമാണ് ഉണ്ടാകുന്നത്. ചെടി നട്ട് വളർന്ന് അത് പൂവിടുമ്പോൾ, കായിടുമ്പോൾ, അതിനെ പരിചരിക്കുമ്പോൾ പല ആളുകളുടെയും ആരോഗ്യം, അസുഖങ്ങൾ മാറുന്നതായിട്ടും അത് ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകമായും ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളുടെ സ്പെഷ്യൽ സ്കൂളുകളിൽ നമ്മൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് സന്തോഷം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി എന്ന രീതിയിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിയിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് സുരക്ഷിത ഭക്ഷണം. സുരക്ഷിത ഭക്ഷണം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നമ്മൾ ഇത്രയും കാലവും കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച്
നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വെളിയിൽ നിന്നെല്ലാം പച്ചക്കറികൾ നമ്മളിവിടെ കൊണ്ടുവരുമായിരുന്നു. അതില്ലാതെ നമുക്കിവിടെ തികയാത്തൊരവസ്ഥയായിരുന്നു. അതുവഴി നമ്മൾ മനസ്സിലാക്കി വിഷലിപ്തമായ പച്ചക്കറി ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ വിഷം മുക്കി ആണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. പ്രത്യേകം കേരളത്തിലേക്ക് വിടാനായിട്ടുള്ള ഒരു പ്രത്യേകം പാക്കേജ് തന്നെ ഉണ്ട്. നല്ല വിളവ് ലഭിക്കുന്നതിന്, രോഗകീടങ്ങളെ ഒഴിവാക്കുന്നതിനും മാരകമായ വിഷങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ കേരളത്തിലേക്ക് പച്ചക്കറികൾ വന്നുകൊണ്ടിരുന്നത്. ഇത് അറിയാതെ നമ്മൾ ധാരാളം പച്ചക്കറികൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമെന്നോണം നമുക്ക് വളരെയധികം രോഗങ്ങൾ നമ്മളെ ബാധിക്കുകയും ചെയ്തു. ഈ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് കൃഷി, ഈ സുരക്ഷിത ഭക്ഷണം എന്ന ലക്ഷ്യം മുൻനിർത്തി അവരവരുടെ വീടുകളിൽ കൃഷി നടപ്പിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷി വകുപ്പുമായി ചേർന്ന് ധാരാളം പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുകയും പൊതുജനത്തെ അത് ബോധവൽക്കരിക്കുകയും ചെയ്തു. അതോടൊപ്പം സുഭിക്ഷ കേരളം പദ്ധതിയിൽ നമ്മുടെ ആരോഗ്യവകുപ്പും നമ്മളോടൊത്ത് കൈകോർക്കുകയും ഇപ്പോൾ 2 വിഭാഗം ആളുകളും ചേർന്ന് നമുക്ക് ആരോഗ്യം, സുരക്ഷിത ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം എന്ന ഒരു മുദ്രാവാക്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോടിക്കണക്കിന് പച്ചക്കറി തൈകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തിക്കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ ഈ പദ്ധതി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ ഊന്നിക്കാണുകയാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണം എന്ന് നമ്മൾ പറയുന്നു എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതിൽ യു ആർ വാട്ട് യു ഈറ്റ്. എന്താണ് നിങ്ങൾ എന്നത് നിങ്ങളൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാൾ എന്തെല്ലാം കഴിക്കുന്നു എന്ന് അയാളുടെ ശരീരം തന്നെ നമ്മളെ വിളിച്ചറിയിക്കും. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പൊണ്ണത്തടി, ജീവിതശൈലി രോഗങ്ങൾ. ഇവയെല്ലാം ഇന്ന് മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അമിതവണ്ണം. നമ്മുടെ ന്യൂജൻ ആളുകൾ പുറമേ നിന്ന് കഴിച്ച ഭക്ഷണങ്ങളുടെയും മറ്റ് മാലിന്യങ്ങളുമെല്ലാം അടിഞ്ഞ ശരീരത്തിലേക്ക് അമിതമായ വണ്ണം, കൂടുതൽ ഫാറ്റി ഫുഡ് കഴിച്ച് ശരീരം വളരെയധികം ഒരു അമിതവണ്ണത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ നമ്മളുടെ കുട്ടികൾ, നമ്മുടെ വെളിയിലേക്ക് പോകുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഈ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഒപ്പം ജീവിതശൈലി രോഗങ്ങൾ, ഇവയെല്ലാം മാറ്റിമറിക്കുന്നതിനായിട്ട് നമ്മൾ ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് നമുക്ക് ആവശ്യത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷണം മതി. അത് നമ്മുടെ ആരോഗ്യം മുൻനിർത്തും, നമ്മളുടെ ചെറുപ്പം നിലനിർത്തും, നമ്മുടെ പ്രസരിപ്പ് നിലനിർത്തും. ഇതെല്ലാം പാലിക്കുന്ന ആളുകളെ നമുക്ക് കാണുമ്പോഴറിയാം. പ്രായവും ചുറുചുറുക്കുമുള്ള ആളുകൾ അവരുടെ ഭക്ഷണ രീതികൾ സ്വയം ക്രമീകരിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയെ നമ്മളത് ഉത്ബോധിപ്പിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം നമ്മൾ കഴിച്ചേ മതിയാവൂ. എല്ലാവരും ഭക്ഷണ രീതികളിലേക്ക്, അതിൻ്റെ ശ്രദ്ധയിലേക്ക് മടങ്ങി വരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇത്തരണത്തിൽ നമ്മുടെ ICMR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ റെക്കമെൻഡ് ചെയ്യുന്ന ഹെൽത്തി പ്ലേറ്റ് ഫോർ ദ ഡേ, അതിനെപ്പറ്റി 2 വാക്ക് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു വ്യക്തിക്ക് സാധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായിട്ട് 2000 കലോറിയേ വേണ്ടുന്നുള്ളൂ. പക്ഷേ നമ്മുടെ മലയാളിയുടെ ഒരു ഭക്ഷണ രീതിയിൽ നമ്മൾ ധാരാളം ചോറ്, ചപ്പാത്തി, അങ്ങനെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ധാരാളം ഭക്ഷണങ്ങൾ കഴിക്കുകയും നമ്മൾ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ലീഫി വെജിറ്റബിൾസ് ഇവ വളരെ കുറച്ച് കഴിക്കുകയും ടേസ്റ്റിന് പ്രാധാന്യം നൽകുന്ന ഒരു രീതിയാണ് നമ്മുടെ തലമുറ ഇപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ കാർഡിയാക് പ്രോബ്ലംസ്, ക്യാൻസർ പ്രോബ്ലംസ്, ഇങ്ങനെ നിരവധിയായ പ്രോബ്ലംസും ആളുകൾ ചെല്ലുമ്പോൾ നമ്മുടെ മെഡിക്കൽ ബോർഡ് തന്നെ ഒരു നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് ഫോർ ദ ഡേ. അതിൽ ഏറ്റവും അധികമായിട്ട് പറയുന്നത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇതാണ് നമ്മുടെ ഈ ഹെൽത്തി പ്ലേറ്റിൻ്റെ പകുതിയിലധികം, പകുതിയോളം നമുക്ക് വേണ്ടത്. ഹാഫ് ദ പ്ലേറ്റ് ഈസ് ദീസ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ആൻഡ് ലീഫി വെജിറ്റബിൾസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറ്റവും വ്യക്തമാണ്, നമ്മുടെ മെഡിക്കൽ ബോർഡ് തന്നെ പറയുന്നു, ആളുകളുടെ ആരോഗ്യത്തിനായിട്ട് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ ഇവയാണ് കൂടുതൽ കഴിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന ഇതെല്ലാം വിഷലിപ്തമായാലോ അത് അതിനേക്കാൾ കൂടുതൽ സങ്കീർണമാകും. അതുകൊണ്ട് തന്നെ
നമ്മൾ ഒന്നുകൂടി ചിന്തിക്കണം, ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ എങ്ങനെ നമുക്ക് സ്വയമായിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലേറ്റിൽ ഇത് പറഞ്ഞു പൂർത്തീകരിക്കുകയാണ്. ഈ വെജിറ്റബിൾസ് പകുതി കഴിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം അത്ര തന്നെ പകുതിയിൽ ഒരു 1/4 ഭാഗത്തോളം സീരിയൽസ് ആൻഡ് മില്ലറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ ധാന്യവർഗ്ഗങ്ങൾക്കും മില്ലറ്റ്സിനുമായിട്ട് പച്ചക്കറികളുടെ അത്ര പോലും നമ്മൾ കഴിക്കേണ്ടതില്ല എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ ആരോഗ്യത്തിനായിട്ട് പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പാല്, ഇത്തരം കാര്യങ്ങൾ, പാല് പയറുവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രോട്ടീൻ, അതുപോലെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഇവയെല്ലാം ലഭിക്കുന്നതിന് നമുക്ക് സഹായിക്കും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് കാൽഷ്യം, വൈറ്റമിൻ B12 ഇവയെല്ലാം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫുഡ് പ്ലേറ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നതിന് വളരെയധികം സഹായിക്കും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ ഓരോ വെജിറ്റബിൾസ് നമ്മൾ പച്ചക്കറികളെ പറ്റി പറഞ്ഞു. പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ പകുതി, ഒരു പ്ലേറ്റിൽ ഒരു പകുതിയിലധികവും നമ്മൾ പച്ചക്കറികൾ കഴിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിൽ നമുക്കറിയാം, നമ്മുടെ കൂൾ സീസൺ വെജിറ്റബിൾസിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാബേജ്, റാഡിഷ്, കോളിഫ്ലവർ, അതുപോലെ ചില്ലി, ഇലക്കറികൾ ഇവയെല്ലാം ധാരാളം വൈറ്റമിൻസിൻ്റെ കലവറകളാണ്. നമ്മളിതൊന്നും അറിയാതെ ശ്രദ്ധിക്കാതെ പോകുന്നു. ടേസ്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സെക്കൻഡ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ടൊമാറ്റോ, നമ്മൾ കഴിക്കുന്ന നമ്മുടെ തക്കാളി, ധാരാളമായിട്ട് നമ്മൾ തക്കാളി ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളാകട്ടെ തക്കാളിയായിട്ടല്ല, അവർ സോസായിട്ടാണ് അത് കഴിക്കാൻ ഇഷ്ടപ്പെടുക. തക്കാളി റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി, പൊട്ടാസ്യം, ഫൈബർ എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ തക്കാളി. പൊട്ടാസ്യം നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിന് സഹായിക്കും. ഒരു ദിവസം ഒരു തക്കാളി വീതം കഴിക്കുമ്പോൾ അത് നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന്, അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ബലം കൂട്ടുന്നതിനും പാലിനൊപ്പം നിൽക്കുന്ന കഴിവുള്ള ആളാണ് നമ്മുടെ തക്കാളി. അപ്പോൾ ഇത്രയധികം ഗുണമേന്മയുള്ള തക്കാളി നമ്മൾ ഒഴിവാക്കരുത്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊലയായി കിടക്കുന്ന തക്കാളികൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള കൂൾ സീസൺ മറ്റൊരു വെജിറ്റബിളാണ് ക്യാരറ്റ്. ക്യാരറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓറഞ്ച് കളറുള്ള എല്ലാ വെജിറ്റബിൾസിനും വളരെയധികം ഗുണമേന്മ കൂടുതലുള്ളതാണ്. പ്രത്യേകിച്ച് ക്യാരറ്റിനെ പറ്റി പറയുമ്പോൾ 1 carrot a day will keep the ophthalmologist എന്നാണ് പറയുക. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം സഹായിക്കുന്ന ആളാണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് നമുക്ക് വട്ടവട, കാന്തല്ലൂരിൽ അല്ലെങ്കിൽ മറ്റ് തമിഴ്നാട്ടിൽ നിന്നോ വരാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിലോ തീർച്ചയായിട്ടും നമ്മൾ അതിനെപ്പറ്റിയും നമുക്ക് ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. അതുപോലെ ക്യാരറ്റിനകത്ത് വൈറ്റമിൻ എ, കെ, പൊട്ടാസ്യം ഇതെല്ലാം ധാരാളം, ബീറ്റ കാരോട്ടിൻ ഇതെല്ലാം വളരെയധികം കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെയുള്ള നമ്മുടെ മറ്റൊരു കൂൾ സീസൺ വെജിറ്റബിളാണ് ക്യാബേജ്. ക്യാബേജിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി, ഫോളിക് ആസിഡ്, കാൽഷ്യം, പൊട്ടാസ്യം ഇതെല്ലാം വൈറ്റമിൻ സി ക്യാബേജിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. നമ്മൾ അതിനേക്കാൾ അപ്പുറമായിട്ട് ക്യാൻസറിനെതിരെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ബൂസ്റ്റിംഗ് കോമ്പൗണ്ടും നമ്മുടെ ക്യാബേജിൽ അടങ്ങിയിരിക്കുന്നു എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ക്യാബേജ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ക്യാബേജ്, ഞാൻ അനുഭവസ്ഥയാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ക്യാബേജിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്തെടുക്കുന്ന ക്യാബേജ് അത് അല്പം വലിപ്പം കുറഞ്ഞാൽ പോലും വളരെ രുചികരമാണ് എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചെയ്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ക്യാബേജ് കൂടി കൃഷി ചെയ്ത് നോക്കണമെന്ന് ഞാൻ ഇത്തരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ റാഡിഷ് നിങ്ങൾക്ക് അധികം പരിചയമുണ്ടോ എന്നറിയില്ല. നമ്മൾ റാഡിഷ് കൂടുതലായി നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തില്ലെങ്കിലും സാലഡ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹൈ സോഴ്സ് ഓഫ് പൊട്ടാസ്യം, അത് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഈ റാഡിഷിലെ പൊട്ടാസ്യം. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ, മൈക്രോ ന്യൂട്രിയൻസ് ഇവയെല്ലാം ധാരാളമായിട്ടും നമ്മുടെ റാഡിഷിനകത്ത് അടങ്ങിയിരിക്കുന്നു. പിന്നെ നമ്മുടെ കോളിഫ്ലവറിനെ പറ്റി പറയുകയാണെങ്കിൽ റിച്ച് സോഴ്സാണ് വൈറ്റമിൻ സി, ഇ ആൻഡ് കെ, ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ധാരാളം അടങ്ങിയിരിക്കുന്ന കോളിഫ്ലവർ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും നല്ല ഇമ്മ്യൂണിറ്റി നൽകുന്ന ഒന്നാണ് കോളിഫ്ലവർ. അപ്പോൾ ഇത്രയധികം ഗുണമേന്മയുള്ള രോഗപ്രതിരോധ ശേഷിയുള്ള
പച്ചക്കറികളാണ് നമ്മുടെ അശ്രദ്ധ മൂലം നമ്മൾ കഴിക്കാതിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നത്. ലീഫി വെജിറ്റബിൾസിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. അവ വൈറ്റമിൻ എയുടെ കലവറയാണ്. അയൺ, കോപ്പർ തുടങ്ങിയ മൂലകങ്ങളും ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ ലീഫി വെജിറ്റബിൾസ്. പിന്നെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ വീടുകളിലെല്ലാം മുളകില്ലാത്ത ഒരു കറി പോലും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ആ മുളകിൻ്റെ പേര് പോലെ തന്നെ കാന്താരിയാണ്. വൈറ്റമിൻ സി, ബീറ്റാ കാരോട്ടിൻ തുടങ്ങി ധാരാളം വൈറ്റമിൻസിൻ്റെ ഒരു കലവറയാണ്. നമുക്ക് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനുമൊക്കെ നമ്മുടെ പച്ചമുളക് നമ്മളെ ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ഇതിൻ്റെ വൈറ്റമിൻ കണ്ടൻറ്റിനെ പറ്റി നിങ്ങളെ ബോധവാന്മാരാക്കിയത് കൃഷിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ വീടുകളിൽ ഈ പറഞ്ഞ എല്ലാ പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ഇത്രയും ന്യൂട്രിയൻ കണ്ടൻറ്റുള്ള പച്ചക്കറികൾ എന്തുകൊണ്ട് ചെലവ് കുറഞ്ഞ രീതിയിൽ 100% ജൈവികമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടാ? ഒരു നിമിഷം നമുക്കത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കുട്ടികളോട്, നമ്മുടെ അടുത്ത തലമുറയോട് നമുക്ക് വലിയൊരു കടപ്പാടാണുള്ളത്. രോഗമില്ലാത്ത ആരോഗ്യവാന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് എല്ലാ മാതാപിതാക്കൾക്കും കടമയുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ നല്ല രീതിയിൽ വളർത്തി, നല്ല ഭക്ഷണം തന്ന് വളർത്തിയതിൻ്റെ ഫലമായാണ് നമ്മളെല്ലാം ഇന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നത്. അതേ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഹോട്ടൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിലല്ല, മറിച്ച് ബുദ്ധിപൂർവം കണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നതിന് ഇത്തരത്തിൽ നല്ല പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ട്. പുരുഷന്മാരോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എല്ലാ കുടുംബങ്ങളിലും പച്ചക്കറി കൃഷി ആരംഭിക്കട്ടെ. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് ഇന്ന്. ഇത് ഒക്ടോബർ മാസം പകുതി ആയിട്ടേ ഉള്ളൂ. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ ഈ മാസം തന്നെ നമുക്ക് നമ്മുടെ ശീതകാല പച്ചക്കറി കൃഷി ആരംഭിക്കാനുള്ള സമയം, ഏറ്റവും കറക്റ്റായിട്ടുള്ള സമയം തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയോട് ചേർന്ന് നമ്മുടെ ഫാമുകളിൽ, നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ, അതുപോലെ തന്നെ VFPCKയുടെ നഴ്സറികളിലെല്ലാം പച്ചക്കറി തൈകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറി തൈകളും നമ്മുടെ നഴ്സറികളിലും ഫാമുകളിലുമൊക്കെ ലഭ്യമാണ്. നമ്മുടെ ഒരു തീരുമാനം മാത്രമേ അവിടെ വേണ്ടുള്ളൂ, എങ്ങനെ, എന്തുകൊണ്ട്, എപ്പോൾ എന്ന്. അതായത് നമ്മുടെ സമയം ഇപ്പോൾ ആരംഭിക്കുന്നു. നമ്മൾ കൃഷി ആരംഭിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൃഷി ആരംഭിക്കാൻ, എങ്ങനെ കൃഷി ചെയ്യണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു. ഒരു കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രധാനമായും നമ്മുടെ വീടുകളിലെ കൃഷിയെ പറയുമ്പോൾ, കൃഷി ആരംഭിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം. പലപ്പോഴും പറയാൻ, കൃഷി ചെയ്തു, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് കൃഷി നട്ടു, പക്ഷേ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഒരിക്കലും നമ്മുടെ കൃഷി ഇരിക്കില്ല. നമ്മളൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വിജയ കഥയായിട്ട് തന്നെ അവസാനിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യമായിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ തയ്യാറാക്കണം. എന്നാണ് നമ്മൾ കൃഷി ആരംഭിക്കുന്നത്? അതിൽ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ നമ്മുടെ കുടുംബ കൃഷിയിൽ നമ്മൾ കൂട്ടണം. അവർക്ക് ഒരു ഡയറി കൊടുക്കുക. നമ്മളെ ആക്ടിവിറ്റി ചാർട്ട് എങ്ങനെയാണ്, നമ്മുടെ ഡേറ്റ് ഓഫ് സോയിങ് മുതൽ എല്ലാ കാര്യങ്ങളും അവരെ എഴുതി, അവരുടെ ഇനിഷ്യേറ്റീവിലായിരിക്കണം നമ്മുടെ കൃഷി നടക്കേണ്ടത്. അപ്പോൾ നമുക്ക് വരുന്ന റിസൾട്ട് ഇതെല്ലാം ഭംഗിയായി കഴിയുമ്പോൾ കുട്ടികൾ കൃഷിയിലേക്ക് കൂടുതൽ തൽപരരാവുകയും അടുത്ത തലമുറയും എന്താണ് കൃഷി, ഏതാണ് തക്കാളിച്ചെടി, ഏതാണ് പയർ ചെടി എന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇതൊരു കാരണമായി തീരുകയും ചെയ്യും. അതിന് നമ്മുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ കുട്ടികളെല്ലാം വീടുകളിൽ ആണ് ഇപ്പോൾ. നമ്മുടെ പാഠ്യവിഷയങ്ങളുമായിട്ട് ലോക്ക്ഡൗൺ ഇതുപോലെയുള്ള ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികളെല്ലാം വീടുകളിലിരുന്ന് മുഷിഞ്ഞ് ബോറടിച്ചിരിക്കുന്ന അവസരത്തിൽ അവർക്ക് അതൊരു എനർജറ്റിക് ആക്ടിവിറ്റി ആയിരിക്കും. നമ്മുടെ ശീതകാല പച്ചക്കറി കൃഷിയിൽ അവരെ ഉൾപ്പെടുത്തിയാൽ അവർക്ക് ഒരു വീട്ടിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചക്കറി കൃഷി മുഴുവൻ ഈ പ്രാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യണമെന്ന് നമ്മുടെ കുട്ടികളോട് പറയുക. നമ്മൾ ഒരുമിച്ച് തീരുമാനമെടുക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം.
നമ്മുടെ ഒരു കൃഷി ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമ്മുടെ ആദ്യമായിട്ട് തന്നെ നമ്മൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അത് 1 മണ്ണ് സമ്പുഷ്ടീകരണം, 2 വിള പരിപാലനം, 3 സസ്യ സംരക്ഷണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ കൃഷി പൂർണ്ണമാകുന്നത്. മണ്ണ് സമ്പുഷ്ടീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു ചെടി നടുമ്പോഴും ആ ചെടിക്ക് നല്ല രീതിയിൽ വളരാനായിട്ട് നമുക്കൊരു നല്ലൊരു ബേസ് വേണം. ആ ബേസ് തീർച്ചയായിട്ടും നല്ല ഒരു ബേസ് ഇല്ല എങ്കിൽ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും മറ്റും വലിച്ചെടുക്കുന്നതിന് സാധിക്കുകയില്ല. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ മണ്ണ് സമ്പുഷ്ടീകരിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രധാനമായും നമ്മുടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സജ്ജീകരിച്ച് വെക്കണം. നമുക്ക് കൊട്ട, തൂമ്പ, മണ്ണ്, ഗ്രോ ബാഗ്, മണൽ, സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, പിന്നെ സ്പ്രേ ചെയ്യാനുള്ള സ്പ്രേയർ, അതുപോലെ നമ്മൾ വളക്കൂട്ട് നിർമ്മിക്കാനുള്ള പ്ലാസ്റ്റിക് ക്യാന്, ഇങ്ങനെ തുടങ്ങി ഒരു കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയതിന് ശേഷം വേണം നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. അതൊന്ന് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കൃത്യമായിട്ട് നമുക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും. ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ മണ്ണ് ചെയ്യുമ്പോൾ മണ്ണ്, മണൽ, ചാണകം എന്നിവ നമ്മൾ തുല്യ അളവിലാണ് നമ്മൾ എടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് അല്പം വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയും നമുക്ക് ചേർക്കാവുന്നതാണ്. ചേർത്താൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് 2 രീതിയിൽ നമ്മുടെ ഗ്രോ ബാഗുകൾ നമുക്ക് നിറയ്ക്കാം. ഒന്ന്, ടൗണുകളിൽ മണ്ണും മണലും ഒന്നും കിട്ടാൻ സാഹചര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ മണ്ണും മണലും ഇല്ലാതെയും നമുക്ക് കൃഷി ചെയ്യാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഗ്രോ ബാഗുകൾ നിറയ്ക്കുമ്പോൾ ഉണങ്ങിയ തൊണ്ട്, നമുക്ക് മണ്ണില്ല, മണലില്ല, അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ടൗണുകളിൽ ഉള്ള സ്ഥലത്ത് ടെറസിൻ്റെ മുകളിലുമൊക്കെ നമുക്ക് കൃഷി ചെയ്യാം. പ്രത്യേകിച്ചും വെയിറ്റ് കുറയ്ക്കുന്നതിന് ഈ ഒരു മാർഗം വളരെ നല്ലതാണ്. ഉണങ്ങിയ തൊണ്ട്, നമ്മുടെ ചെടി തെങ്ങിൻ്റെ തേങ്ങയുടെ തൊണ്ട് ഉണങ്ങിയത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, അത് 1 ഇഞ്ച് കനത്തിൽ നമ്മുടെ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചാക്കിൽ, നമുക്ക് ഗ്രോ ബാഗിൽ തന്നെ കൃഷി ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മുടെ വേസ്റ്റായിട്ടുള്ള കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഉപേക്ഷിച്ച നമുക്ക് പ്ലാസ്റ്റിക് ബക്കറ്റുകൾ, ആക്രിക്കടയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഉപയോഗശൂന്യമായ ചാക്ക്, 10 ലിറ്ററിൻ്റെയോ 5 ലിറ്ററിൻ്റെയോ 1 ലിറ്ററിൻ്റെയൊക്കെ ബക്കറ്റുകൾ, ഇതെല്ലാം നമുക്ക് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ചെലവ് കുറച്ചുകൊണ്ടുള്ള കൃഷിയാകും നമുക്ക് അനുയോജ്യം. ഉണങ്ങിയ തൊണ്ട് മുറിച്ചത് 1 ഇഞ്ച് കനത്തിൽ നമ്മൾ ഗ്രോ ബാഗിലോ ചാക്കിലോ നിരത്തുക. അതിന് മുകളിലായിട്ട് നമ്മൾ മണ്ണും മണലും ഇല്ലാതെയുള്ള ഒരു മിശ്രിതമാണ് നമ്മളിനി റെഡിയാക്കാൻ പോകുന്നത്. നമുക്ക് അറിയാം, മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് കടകളിൽ സുലഭമായിട്ട് ലഭിക്കും. നമ്മുടെ ഇക്കോ ഷോപ്പുകളിൽ അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് തനിയെ ഉണ്ടാക്കുന്ന കർഷകരുണ്ട്. നമ്മുടെ കൃഷിഭവനുകളുമായി ബന്ധപ്പെട്ടാൽ കർഷക സുഹൃത്തുക്കളെ പരിചയപ്പെട്ട് മണ്ണിര കമ്പോസ്റ്റ് നമുക്ക് വാങ്ങാം. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇക്കോ ഷോപ്പിൽ നമുക്ക് ചകിരിച്ചോറും നമുക്ക് ലഭിക്കും. ചകിരിച്ചോറ് കട്ടയായിട്ട് ലഭിക്കുന്നുണ്ട്. ചാണകപ്പൊടി, ഇവയെല്ലാം 1:1:1 റേഷ്യോയിൽ മണ്ണിര കമ്പോസ്റ്റ്, ഉണങ്ങിയ ചാണകപ്പൊടി, ചകിരിച്ചോറ്, പിന്നെ അല്പം ഒരു 1/4 ഭാഗം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് മിക്സ് ചെയ്താൽ നമുക്ക് മണ്ണും മണലും ഇല്ലാത്തൊരു മിശ്രിതം റെഡിയായി. ഈ മിശ്രിതം നമ്മുടെ 1 ഇഞ്ച് കനത്തിൽ നിരത്തിയ തൊണ്ടിന് മുകളിൽ നമ്മൾ നിരത്തുന്നു. അതിന് മുകളിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ഉണങ്ങിയ വൈക്കോൽ, 5 ഇഞ്ച് കനത്തിലുള്ള ഉണങ്ങിയ വൈക്കോൽ നമ്മൾ നിരത്തുന്നു. വീണ്ടും നമ്മൾ ഈ റെഡിയാക്കിയ മിശ്രിതം ഇടുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ചാക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗ് ഏകദേശം 1/4 ഭാഗത്തോളം നമ്മൾ നിറച്ച് കഴിയുമ്പോൾ വെയിറ്റ് കുറഞ്ഞ നമ്മുടെ പോട്ടി മിക്സർ റെഡിയായി കഴിഞ്ഞു. ഇത്തരത്തിൽ മണ്ണും മണലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എവിടെയാണോ നമ്മുടെ കൃഷി നമ്മൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെക്കാം, വീടിൻ്റെ മുൻവശത്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് എവിടെയാണോ വെയിൽ കിട്ടുന്നത്, ഏറ്റവും നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്, കൃഷി സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഈ പാത്രങ്ങളിൽ നമ്മൾ മണ്ണ് ഇത്രയും പോട്ടി മിക്സ്ചർ നിറച്ച് കഴിഞ്ഞ് നമുക്ക് ടെറസിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ 2-3 ഇഷ്ടിക നിരത്തി നമ്മൾ ലൈനായിട്ട്
ഒരു കയറ് പിടിച്ച് ലൈനായിട്ട് നമ്മുടെ ഗ്രോ ബാഗുകൾ അടുക്കി വയ്ക്കുക. ഓരോ ഗ്രോ ബാഗുകൾ നമ്മളൊരു 45 സെൻറ്റിമീറ്റർ അകലം, ഒരു 60 സെൻറ്റിമീറ്റർ ഓരോ നിരകൾ തമ്മിലും ഉള്ള രീതിയിൽ നമുക്ക് ടെറസിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് നമ്മളെ ഗ്രോ ബാഗിനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ഈ ഇഷ്ടികപ്പുറത്ത് വെക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ ടെറസിൽ നമ്മുടെ വെള്ളം ലീക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ വെളിച്ചം കിട്ടുന്നത് നമുക്ക് ടെറസ് കൃഷിയിലാണ്. അപ്പോൾ കാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ശീതകാല പച്ചക്കറികളെല്ലാം നല്ല രീതിയിൽ വളരാനായിട്ട് അവർക്ക് വളരെയധികമായ സൂര്യപ്രകാശവും അതുപോലെ നല്ല തണുപ്പും നമുക്ക് ആവശ്യമാണ്. ഇത് നമ്മൾ ഗ്രോ ബാഗിനെ കുറിച്ച് പറയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ കൂടുതലായിട്ടും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആളുകളെ പറ്റി കൂടി ഒരു വാക്ക് പറയുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രോ ബാഗിൽ മാത്രമല്ല, നമുക്ക് മണ്ണിൽ നേരിട്ട് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരിട്ട് മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പുരയിടം കളകളൊക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ ഒന്ന് കത്തിച്ച് നല്ല വൃത്തിയുള്ള ഒരു പുരയിടം റെഡിയാക്കി അത് കിളച്ച് നമ്മൾ ഇഞ്ചിക്കൊക്കെ തവാരണകൾ എടുക്കുന്ന പോലെ ചാല് കീറി 60 സെൻറ്റിമീറ്റർ ഒരടി വീതിയിൽ അരയടി ആഴത്തിൽ നമ്മൾ ചാല് കീറി ആ ചാലിൽ നമ്മുടെ മേൽമണ്ണും ജൈവവളങ്ങൾ ചാണകപ്പൊടിയോ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇടേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മണ്ണ് റെഡിയാകുന്നതിനായിട്ട് നമ്മൾ 2 ആഴ്ച മുമ്പ് തന്നെ അതോടൊപ്പം അല്പം കുമ്മായം, നമുക്കറിയാം നമ്മുടെ മണ്ണ് കേരളത്തിൽ പ്രധാനമായും നമ്മുടെ മണ്ണ് പുളിപ്പ് രസം pH കൂടുതലുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഈ pH കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മണ്ണിലെ പുളിരസം കറക്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ അല്പം കുമ്മായം കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് ഒരു 2 ആഴ്ച മണ്ണിനെ പാകപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡിൽ ഇടേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ കൃഷി ചെയ്തു വരുമ്പോൾ നമ്മുടെ കീടങ്ങൾ ധാരാളമായിട്ട് വരാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പ്രാരംഭം എന്നോണം തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇക്കോളജിക്കൽ എൻജിനീയറിങ്. ഇക്കോളജിക്കൽ എൻജിനീയറിങ്ങിൽ നമ്മൾ പല രീതിയിലാണ് നമ്മളവയെ കാണുന്നത്. മിത്രകീടങ്ങളെ വളർത്തിക്കൊണ്ട് 1, 2 ശത്രുകീടങ്ങളെ വികർഷിച്ചുകൊണ്ട് 3 കെണിവിളകൾ നമ്മൾ കൃഷിയിടത്തിൽ നട്ട്, അതുപോലെ തന്നെ 4 നമ്മുടെ വേലി വിളകളെ കൂടി നമ്മൾ ഈ കൃഷിയിടത്തിൽ നടുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ 4 രീതിയിൽ നമുക്ക് ഇക്കോളജിക്കൽ എൻജിനീയറിംഗ് കൂടി നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ സാധ്യമാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് സൂര്യകാന്തി, ബന്ധി, തുളസി തുടങ്ങിയ വിവിധ തരം ചെടികൾ നമുക്ക് ഇതിനോടൊപ്പം തന്നെ നടാം. നമ്മുടെ കുമ്മായം ഇട്ട് മണ്ണൊരുക്കി നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് 1 സെൻറ്റ് സ്ഥലത്ത് നമ്മൾ അടിവളമായിട്ട് നമ്മൾ 100 കിലോ ചാണകമെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം. ഈ നമ്മുടെ ബന്ധി, സൂര്യകാന്തി തുടങ്ങിയ ചെടികൾ നടേണ്ടത് പ്രധാന വിളകൾ നടുന്നതിന് 10-15 ദിവസം മുമ്പ് നമ്മുടെ ബന്ധി തുടങ്ങിയ ചെടികൾ നമ്മൾ നടണം. അതിൻ്റെ ഉദ്ദേശം അതായത് പ്രധാന വിള വളർന്നു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ബന്ധി, സൂര്യകാന്തി തുടങ്ങിയ കൃഷികൾ നമ്മൾ നട്ട് കഴിയുമ്പോൾ നമ്മുടെ മിത്രകീടങ്ങൾ ധാരാളമായിട്ട് റെഡിയായി അവ വളർന്ന് റെഡിയായിരിക്കും. നമ്മുടെ പ്രധാന ചെടിയിൽ കീടാക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മിത്രകീടങ്ങൾ നമ്മുടെ ഈ ട്രാപ്പ് ക്രോപ്സ്, അതായത് ബന്ധിയും സൂര്യകാന്തിയും ഒക്കെ വഴി നമുക്ക് ധാരാളമായിട്ട് മിത്രകീടങ്ങൾ അവിടെ ഉണ്ടാകും. അങ്ങനെ ഈ പെസ്റ്റ് ഡിഫൻഡർ റേഷ്യോ 2:1, പെസ്റ്റ് ഡിഫൻഡർ റേഷ്യോ 2:1 എന്ന് പറയുന്നത് 2 കീടത്തിന് 1 മിത്രപ്രാണി വീതം നമ്മുടെ ഫീൽഡിലുണ്ടായാൽ നമുക്ക് യാതൊരു കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായിട്ട് മറ്റ് കീടനാശിനി പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇവയെ നിയന്ത്രിക്കുന്നതിന് നമുക്ക് സാധിക്കും. ഇതാണ് നമ്മുടെ നേരത്തെ തന്നെ ആദ്യം തന്നെ ഇത്തരം ചെടികളെ നമുക്ക് നടണം എന്നതിന് ഉള്ള നിർദ്ദേശം വെച്ചത്. ഇപ്പം നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നവംബർ 1-ന് നവംബർ 1-ാം തീയതി നമ്മുടെ കാബേജ്, ശീതകാല പച്ചക്കറി കൃഷികൾ നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ ബന്ധിയോ സൂര്യകാന്തി ചെടികളോ നമ്മുടെ പ്ലോട്ടിൽ നട്ട് റെഡിയാക്കിയാൽ നമ്മുടെ ചെടി കാബേജ്, കോളിഫ്ലവർ, തക്കാളി അങ്ങനെയുള്ള ചെടികൾ നട്ട് വരുമ്പോഴേക്കും കുറേ വളർന്ന്
കീടരോഗാക്രമണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും മിത്രകീടങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ഫീൽഡിൽ ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ തക്കാളിയാണ് നടുന്നതെങ്കിൽ 10-15 റോ തക്കാളിയുടെ നട്ടതിന് ശേഷം ഒരു വരി ബന്ദി ഇവ ഇട്ട് കഴിഞ്ഞാൽ അവ കായതുരപ്പൻ തുടങ്ങിയ പ്രാണികളെല്ലാം വികർഷിക്കുന്നതിന് നമുക്ക് സഹായിക്കും. അതുപോലെ പയർ, വെള്ളരി വിളകൾക്ക് ചുറ്റും ചോളം നടുക. ഇതൊക്കെ നമ്മൾ പല തോട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വളരെ വിജയകരമായിട്ട് നമ്മുടെ കർഷകർ ഇത് അനുവർത്തിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൃഷി തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രാരംഭ ഘട്ടത്തെപ്പറ്റിയാണ് ചിന്തിച്ചത്. നമ്മുടെ നിലം റെഡിയാക്കി, അതോടൊപ്പം നമ്മുടെ ഗ്രോ ബാഗുകളും നമ്മുടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മുടെ കൃഷി ഈ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മളൊപ്പം തന്നെ റെഡിയാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ കുറേ സാധനങ്ങൾ ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയെല്ലാം നമ്മൾ വാങ്ങി കരുതി വെക്കണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇതെല്ലാം വാങ്ങി വെച്ചാൽ മാത്രം പോരാ. നമ്മൾ നടാനായിട്ട് ഏകദേശം ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്കാണ്, നമ്മൾ ഒക്ടോബർ ഒടുവിലേക്കോ നവംബർ ആദ്യത്തിലേക്കോ നമ്മൾ കൃഷി ഇറക്കുകയാണ്. അല്ല, നമ്മളിപ്പോൾ തന്നെ ഈ ഉടനെ കൃഷി ഇറക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ട്രൈക്കോഡർമ ഒരു സമ്പുഷ്ടീകൃത വളം. നമ്മുടെ കൃഷികൾക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് മൂട് ചീയൽ, ഇല മഞ്ഞളിപ്പ്, പെട്ടെന്ന് ചെടി വാടിപ്പോവുക, അങ്ങനെ നിരവധി രോഗങ്ങൾ നമ്മുടെ ചെടികൾക്ക് ഗ്രോ ബാഗിലും തറയിൽ വളർത്തുന്ന ചെടികൾക്കും ഫീൽഡിൽ കാണുന്ന ചെടികൾക്കൊക്കെ നമ്മൾ കാണാറുണ്ട്. പ്രത്യേകമായും തക്കാളിയൊക്കെ നിങ്ങൾ ചെയ്തിട്ടുള്ളവർക്കറിയാം, പൂവിടാറാകുന്ന സമയത്ത് പെട്ടെന്ന് ആ ചെടി മുഴുവനായിട്ടും വാടിപ്പോകുന്ന കാണുമ്പോൾ വളരെയധികം വേദന തോന്നാറുണ്ട്. ഞാനും അനുഭവസ്ഥയാണ്. അപ്പം അതുകൊണ്ടാണ് പ്രത്യേകമായി നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ വാടിപ്പോവാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷി കുമ്മായമിടുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളം വലിച്ചെടുക്കുന്നതിന് നമ്മുടെ മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമാണ്. അതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത്. അത് ഫീൽഡിലാണെങ്കിൽ നമ്മൾ മണ്ണ് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടുന്നത്. ഗ്രോ ബാഗിലാണെങ്കിൽ നമ്മൾ കുമ്മായം ചേർത്തിട്ടുള്ള മണ്ണായിരിക്കണം മിക്സ് ചെയ്ത് റെഡിയാക്കാനായിട്ട് സൂക്ഷിക്കേണ്ടത്. ഇനി ഒരു കൃഷി ആരംഭിക്കുമ്പോൾ ഒപ്പം തന്നെ തയ്യാറാക്കേണ്ടുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകൃത വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ട്രൈക്കോഡർമയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. നമ്മുടെ ചെടികൾക്ക് വേര് ചീയുന്ന അങ്ങനെയുള്ള ചീയൽ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും പ്രധാനമായും ചെടികൾക്ക് എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനുമുള്ള ഒരു ശക്തി ഈ ട്രൈക്കോഡർമ നമുക്ക് നൽകും. അപ്പോൾ ട്രൈക്കോഡർമ 1 കിലോ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നമ്മുടെ എക്കോ ഷോപ്പുകളിലോ എല്ലാം നമുക്ക് ലഭ്യമാണ്. 1 കിലോ ട്രൈക്കോഡർമ വാങ്ങി വെക്കുക. അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണങ്ങിയ ചാണകപ്പൊടി 90 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 10 കിലോ, അതുകൂടാതെ പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സായിട്ട് PGPR 1 കിലോ, വാം നമ്മുടെ വേര് പിടിത്തം നല്ല രീതിയിലാക്കുന്നതിനും നല്ല കായ്ഫലത്തിനും എല്ലാമായിട്ട് നമുക്ക് വാം, വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ എന്ന് പറയുന്ന വാം നമുക്ക് ഉപയോഗിക്കാം. ഈ എല്ലാ കാര്യങ്ങളും ചാണകപ്പൊടി 90 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 10 കിലോ, PGPR 1 കിലോ, വാം 1 കിലോ, ട്രൈക്കോഡർമ 1 കിലോ, ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി നനച്ച് നമ്മൾ പുട്ടുപൊടിയുടെ നനവിൽ ഇട്ട് നമ്മൾ മൂടിയിടുക. ചണച്ചാക്കോ അല്ല തെങ്ങോലയോ ഇട്ട് മൂടി തണലത്ത് ഇടുക. അപ്പോൾ നമ്മുടെ ഈ ട്രൈക്കോഡർമ അത് വളർന്ന് പെരുകി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി നനച്ചു കൊടുക്കുക. 2 ആഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകൃത വളം റെഡിയായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന നമ്മൾ റെഡിയാക്കേണ്ടുന്ന 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. അത് നമുക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഒരു ക്യാൻ നമ്മുടെ കൃഷിയിടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ടെറസിലാണെങ്കിൽ ടെറസിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആ ക്യാനിനകത്ത് നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന നിരവധി പച്ചിലകളുണ്ട്. ആര്യവേപ്പോ കരിവേപ്പോ അങ്ങനെ എല്ലാം നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഇലകൾ, പിന്നെ ഒരു 50 ലിറ്ററിൻ്റെ ക്യാനാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഞാൻ വാലാച്ചിറ ഫാമിൽ ചെയ്തപ്പോൾ ഞങ്ങളൊരു 50 ലിറ്ററിൻ്റെ ക്യാൻ എടുത്ത് അതിനകത്ത് നമ്മളൊരു 20 കിലോ പച്ച ചാണകം ഒഴിച്ചു,
പച്ചച്ചാണകം, അതുപോലെ തന്നെ ഒരു കിലോ വേപ്പൻ പിണ്ണാക്ക്, 1 കിലോ കടലപ്പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, പിന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ള ശീമക്കൊന്നയില, ആര്യവേപ്പില, അതായത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്ന സാധനങ്ങളെന്നില്ല, പച്ചച്ചാണകം എന്തായാലും വേണം. കാരണം ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഒന്നും അല്ലാതെ തന്നെ പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു എൻസൈം കൂടിയാണ്. അത് പ്രതിരോധശേഷി, അതുപോലെ തന്നെ പച്ചക്കറികൾക്ക് വളരാനുള്ള ഒരു ഉത്തേജകവും എല്ലാമാണ്. രോഗകീടങ്ങളെ പ്രതിരോധിക്കുന്നതിനുമൊക്കെ പച്ചച്ചാണകത്തിൻ്റെ തെളി ഏറ്റവും അത്യുത്തമമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു കൂട്ട് വളരെയധികം കൃഷിയിടത്തിൽ ഫലപ്രദമായി കണ്ടു. നമ്മൾ ജൈവ രീതിയിലുള്ള കൃഷി നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് ഏറ്റവും നല്ലൊരു കൂട്ടായിരിക്കും നിങ്ങൾക്ക്. പച്ചച്ചാണകം ഒരു കുട്ട 20 കിലോ എന്ന് പറയുമ്പോൾ ഒരു കുട്ട, വേപ്പിൻ പിണ്ണാക്ക് 1 കിലോ, കടലപ്പിണ്ണാക്ക് 1 കിലോ, എല്ലുപൊടി 1 കിലോ, ശീമക്കൊന്ന ഇലയും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ആര്യവേപ്പില ഉണ്ടെങ്കിൽ അതും നല്ലത്. പിന്നെ നിങ്ങൾ പച്ചച്ചാണകം എടുക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് 1 ലിറ്ററെങ്കിലും ഗോമൂത്രം ലഭിച്ചാൽ വളരെ ഭംഗിയായി. എല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ 50 ലിറ്റർ കൊള്ളുന്ന ക്യാനിൽ ഇട്ട് വെള്ളവും ചേർത്ത്, നിറയെ വെള്ളവും ഒഴിച്ച് നമ്മുടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ട് ഇളക്കി കൊടുക്കുക. 5-6 ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ഈ വളക്കൂട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ 1 കപ്പ് അരിച്ചെടുത്ത ഈ വളക്കൂട്ട് 10 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ച് നമ്മുടെ ചെടികളിൽ ഒഴിച്ചാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം അതൊരു നല്ല വളം മാത്രമല്ല, അതോടൊപ്പം തന്നെ രോഗകീടങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശേഷിയും കൂടെ ഈ വളക്കൂട്ടിനുണ്ട്. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഒരു വളക്കൂട്ട്, പിന്നെ ട്രൈക്കോഡർമയുടെ ഒരു വളക്കൂട്ട് വേറെ. വീണ്ടും നമ്മൾ 2 കാര്യങ്ങളും കൂടെ നമുക്ക് റെഡിയാക്കേണ്ടതുണ്ട്. അതിനല്പം സമയം കൂടി വേണ്ടതുകൊണ്ട് നമ്മളത് നേരത്തെ തന്നെ റെഡിയാക്കിയെങ്കിലേ നമ്മുടെ കൃഷി വളർന്നു വരുമ്പോഴേക്കും അതിൽ പ്രയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്ന്, നമുക്ക് വളരെ മാജിക് റിസൾട്ട് നൽകുന്ന 2 ഔഷധങ്ങളാണ്. ഒന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകും, ഫിഷ് അമിനോ ആസിഡ് ആൻഡ് എഗ് അമിനോ ആസിഡ്. ഇത് രണ്ടും വളരെ വളർച്ചാ ത്വരകങ്ങൾ എന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയും നമ്മുടെ ഫാം സ്കൂളുകളിലും നമ്മുടെ കർഷകരുടെ ഗ്രൂപ്പുകളിലുമൊക്കെ പഠിച്ച് കർഷകർ അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്നതാണെന്ന് നമുക്ക് ഉറപ്പുള്ളതാണ്. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം എങ്കിലും അതിനെപ്പറ്റി ഒരു വാക്ക്. 1 കിലോ മത്തി, വളരെ സിമ്പിളാണെങ്കിലും ആരും ഇത് എത്രയോ തവണ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളാരും അത് ചെയ്യുന്നതിന് തയ്യാറാകുന്നില്ല. 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കര ഇത്രയേ വേണ്ടൂ. ഒരു കിലോ മത്തി 1 കിലോ ശർക്കരയും ചേർത്ത് 20 ദിവസം ആണ് നമ്മൾ പറയുക. അത് രണ്ടും അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ജാറ് നമുക്ക് വേണ്ടുള്ളൂ. ഒരു പ്ലാസ്റ്റിക് ജാറ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒരു ജാറാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ 1 കിലോ മത്തി ആണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. ഇതാ നമ്മളിവിടെ മത്തി തയ്യാറാക്കിയിട്ടുണ്ട്. 1 കിലോ മത്തിയാണ്. ഇതിപ്പോൾ ഞാൻ 1/2 കിലോ നിങ്ങളെ കാണിക്കാനായിട്ട് കാണിച്ചിട്ടുള്ളൂ. 1/2 കിലോ മത്തിയും 1/2 കിലോ ശർക്കരയുമാണ്. അപ്പോൾ അത് മത്തി നമ്മൾ ഇങ്ങനെ പാത്രത്തിലേക്ക് ഇടുന്നു. വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1/2 കിലോ മത്തിക്ക് 1/2 കിലോ ശർക്കര പൊടിയാക്കി വെച്ചതാണിത്. അത് ഓൾട്ടർനേറ്റ് ലെയറായിട്ട് മത്തിയുടെ പുറകെ ശർക്കര എന്ന രീതിയിൽ നമ്മൾ ഇടുകയാണ്. വീണ്ടും നമ്മൾ ശർക്കര ഇട്ടതിന് ശേഷം അടുത്ത ലെയർ മത്തി നമ്മൾ ഇടുന്നു. ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള 1/2 കിലോ മത്തിയും 1/2 കിലോ ശർക്കരയും
1/2 കിലോ മത്തി 1/2 കിലോ ശർക്കരയും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഈ നമ്മൾ കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ, നിങ്ങൾക്കറിയാം, പറയുമ്പോൾ ഇത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ചെയ്യാത്ത അവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിയാണ് ഞാനിത് ഈ കൂടത്തിൽ തന്നെ നിങ്ങളെ കാണിക്കുന്നത്. 1/2 കിലോ ശർക്കരയും 1/2 കിലോ മത്തിയും ചേർന്ന് ഒരു പ്ലാസ്റ്റിക് ജാറിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജാറിൽ എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് നല്ല പോലെ അടച്ച് എയർ ടൈറ്റായിട്ട് പാത്രം അടച്ച് എയർ ടൈറ്റായിട്ട് വെക്കുക. പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. അത് 20 ദിവസം കഴിയുമ്പോഴേക്കും, ഇപ്പം നമ്മൾ ശർക്കര ചേർക്കുന്നത് ഈ മത്തി അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങുന്ന മത്തി നല്ലതല്ല എങ്കിൽ, അതായത് അത് മറ്റ് മരുന്നുകളിലൊക്കെ ഇട്ട് കിട്ടിയതാണെങ്കിൽ അതും 20 അല്ല 30 ദിവസം കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ കൂട്ട് വെച്ച് നമ്മുടെ കൂട്ട് റെഡിയാവത്തില്ല. കാരണം ആ മത്തി അലിയാതെ കിടക്കും. നമുക്കത് അനുഭവമുള്ളതാണ്. അപ്പോൾ നല്ല മത്തി സംഘടിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. ഈ മത്തി ശർക്കരയുടെ ഇത് ഫിഷ് അമിനോ ആസിഡ് 20 ദിവസം 21-ാം ദിവസം നിങ്ങൾക്കത് അരിച്ച്, അതിനൊരു തേനിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഉണ്ടാവുക. അത് അരിച്ച് കുപ്പിയിൽ സൂക്ഷിച്ചാൽ 6 മാസത്തോളം നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ് കേട്ട് 1-2 ദിവസത്തിനകത്ത് അത് റെഡിയാക്കി വെച്ചാൽ 21-ാം ദിവസം നിങ്ങൾക്കത് റെഡിയാകും. നമ്മൾ ഒക്ടോബർ ഒടുവിൽ അല്ലെങ്കിൽ ഇപ്പോൾ നവംബർ ആദ്യ വാരത്തിൽ നമ്മൾ കൃഷി ഇറക്കുമ്പോൾ അത് പൂവിടുന്ന സമയമാകുമ്പോഴേക്കും നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് തയ്യാറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മറ്റൊരു വളർച്ചാ ത്വരകമാണ് എഗ് അമിനോ ആസിഡ്. അതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതിന് വേണ്ടുന്ന സാധനങ്ങൾ, ഇതിനൊപ്പവും നമ്മൾ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. കാരണം ശർക്കര ഇതിനെയെല്ലാം ഒന്ന് പുളിപ്പിച്ച് പെട്ടെന്ന് നന്നായി സെറ്റാകുന്നതിന്, നന്നായി അലിഞ്ഞ് ചേരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശർക്കരയെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും നാരങ്ങയുമാണ്. അപ്പോൾ നമ്മുടെ കണക്ക് 12 മുട്ട ഉണ്ടെങ്കിൽ 1 കിലോ നാരങ്ങ, നമുക്ക് നാരങ്ങയുടെ നീരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നതിനായിട്ട് 6 മുട്ടയും അതിന് പാകത്തിലുള്ള നാരങ്ങയും കൂടിയാണ്. അതായത് മുട്ട നമ്മൾ ജാറിൽ വെച്ച് കഴിഞ്ഞ് അത് നികക്കെ വരത്തക്ക വിധത്തിലുള്ള നാരങ്ങ നീര്, ഞാൻ നാരങ്ങ നിങ്ങളെ കാണിച്ചു, നാരങ്ങ പിഴിഞ്ഞത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ നീര്, ഇത് തികയില. ഈ നാരങ്ങയും കൂടെ ചേർത്ത് വേണം നമുക്ക് മുട്ട മൂടത്തക്ക രീതിയിൽ നമ്മൾ നാരങ്ങ നീര് കൂടി റെഡിയാക്കണം. അതോടൊപ്പം തന്നെ ശർക്കരയും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നേരത്തെ പോലെ തന്നെ നമ്മൾ വേറൊരു പ്ലാസ്റ്റിക് ജാറിൽ മുട്ട നമ്മൾ എടുത്ത് വെക്കുന്നു. മുട്ട നമ്മൾ പ്ലാസ്റ്റിക് ജാറിൽ ഏറ്റവും അടിയിലായിട്ട് നിരത്തുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ശർക്കര, ഇപ്പോൾ പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. കുറേ ദിവസം കഴിഞ്ഞ് ശർക്കര ഇടുന്നത് പോലെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്തതിൽ ഇത് വളരെ വിജയകരമായിട്ട് കണ്ടു. മുട്ടയോടൊപ്പം തന്നെ നമുക്ക് ശർക്കരയും ഇങ്ങനെ ചേർക്കാവുന്നതാണ്. മുട്ടയും ശർക്കരയും ഇട്ടു. ഇപ്പം നമ്മൾ ഏകദേശം 1 കിലോ 12 മുട്ടയ്ക്ക് 1 കിലോ നാരങ്ങ 1/2 കിലോ ശർക്കരയാണ് നമ്മുടെ കണക്ക്. അപ്പോൾ നമ്മൾ അതിന് നേരെ 6 മുട്ടയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള ശർക്കരയും ഇത് മുങ്ങത്തക്ക രീതിയിലുള്ള നാരങ്ങാ നീരുമാണ് ചേർത്തിരിക്കുന്നത്. നാരങ്ങ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് ഞാൻ മുഴുവൻ പിഴിഞ്ഞില്ല. അപ്പോൾ നാരങ്ങ ഇത് മൂടത്തക്ക രീതിയിൽ നാരങ്ങ നീര് ഈ മുട്ടയോട് കൂടി വേണം. അപ്പം ബാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ നാരങ്ങയും പിഴിഞ്ഞ് ഇതിനകത്ത് ചേർത്ത് ഈ മുട്ടയും നാരങ്ങാ നീര് ശർക്കരയും ചേർന്ന് നമ്മൾ നല്ല ടൈറ്റായിട്ട്, നേരത്തെ അടച്ചതുപോലെ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ്. എല്ലാവരും കണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ എഗ് അമിനോ ആസിഡ് റെഡി ആവുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഈ മിശ്രിതം ഇത് നമ്മൾ നേരത്തെ പോലെ തന്നെ 10 ദിവസം നമ്മൾ മുട്ടയും നാരങ്ങാനീരും ചേർന്ന ഈ മിശ്രിതം അനക്കാതെ നമ്മൾ വെക്കും. ഒരു തണുപ്പുള്ള അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് നമ്മൾ ഒരു ഇരുളിമയുള്ള സ്ഥലത്ത് ഇങ്ങനെ അനക്കാതെ വെക്കും. 10 ദിവസം കഴിയുമ്പോൾ
നമുക്കറിയാം നാരങ്ങയുടെ ഗുണങ്ങൾ നമുക്കറിയാം. നാരങ്ങായും മുട്ടത്തൊണ്ടും കൂടെ ചേർന്ന് മെല്ലെ മുട്ട അലിയാനായിട്ട് ആരംഭിക്കും. അപ്പോൾ നമ്മൾ 11-ാം ദിവസം മുതൽ എല്ലാ ദിവസവും നമ്മുടെ മുട്ട നമ്മൾ തടി കൊണ്ടുള്ള ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ 11 ദിവസം ഇളക്കി 20-ാം ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാകും. ഈ ഫിഷ് അമിനോ ആസിഡ് 21-ാം ദിവസം നമുക്ക് അരിച്ച്, നേരത്തെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് അരിച്ചെടുത്തതുപോലെ തന്നെ നമ്മുടെ എഗ് അമിനോ ആസിഡും അരിച്ച് ഒരു കുപ്പിയിൽ ശേഖരിച്ച് വെക്കാവുന്നതാണ്. ഇത് വളരെ നല്ല ഒരു വളർച്ച, അതായത് നാച്ചുറൽ ആയിട്ട് നമുക്ക് പ്രകൃതിദത്തമായിട്ട് ഉപയോഗിക്കാവുന്ന, യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു വളർച്ചാ ത്വരകമാണ് എഗ് അമിനോ ആസിഡും ഫിഷ് അമിനോ ആസിഡും. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ട് ഇത്ര എളുപ്പമായിട്ട് സാധനങ്ങൾ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ആരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായും ഇത്തവണ നമ്മൾ കൃഷി ഇറക്കാനായിട്ട് മനസ്സുറപ്പിച്ചിറങ്ങുന്ന എല്ലാവർക്കും, എല്ലാ കർഷക സുഹൃത്തുക്കളും ഈ രണ്ട് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് നമ്മുടെ ഒരു വളക്കൂട്ട്, ജൈവ വളക്കൂട്ടാണ്. മറ്റൊന്ന് നമ്മുടെ രോഗകീടങ്ങൾ വരാതിരിക്കാനുള്ള ഒരു റെസിസ്റ്റൻസ് കൂട്ടുന്ന ഒരു പ്രതിരോധ ശക്തിയുള്ള ഒരു കഷായമാണ്. പിന്നെ നമ്മൾ ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് എന്നിവയെപ്പറ്റി കൂടി നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ ഇപ്പോഴും നമ്മൾ കൃഷി ആരംഭിച്ചില്ല. നമ്മൾ മണ്ണ് റെഡിയാക്കി, ഗ്രോ ബാഗ് റെഡിയാക്കി, കൃഷി ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുപ്പിച്ചു. ഇനി നമുക്ക് കൃഷി ആരംഭിക്കാനുള്ള ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. എങ്ങനെയാണ് കൃഷി നമ്മൾ തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കാം. നമുക്ക് ഇപ്പോൾ എല്ലാം റെഡിയായി, തവാരകൾ റെഡിയായി, നമ്മൾ കുമ്മായൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഗ്രോ ബാഗുകളും റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് തൈകൾ, ശീതകാല പച്ചക്കറി തൈകൾ നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യൂണിവേഴ്സിറ്റികളിൽ, ഫാമുകളിലോ VFPCKയുടെ നഴ്സറികളിലോ നമ്മുടെ കർഷക കൂട്ടായ്മകളിൽ, നമ്മുടെ കൃഷിഭവൻ വഴിയുള്ള കർഷക കൂട്ടായ്മകളൊക്കെ ഇപ്പോൾ അഗ്രോ സർവീസ് സെൻ്ററുകളും എല്ലാം തൈകൾ ധാരാളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും പച്ചക്കറി തൈകൾ നമുക്ക് ലഭ്യമാണ്. ഈ പച്ചക്കറികളിലെ തൈകൾ നമ്മൾ നടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അത് നമ്മൾ നടുന്നതിന് മുമ്പ് നമ്മുടെ സ്യൂഡോമോണസ്, ഇവിടെ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്ററിൽ മുക്കി കലക്കി റെഡിയാക്കിയതിനകത്ത് മുക്കി വേണം നമ്മുടെ തൈകൾ തവാരണകളിലാവട്ടെ ഗ്രോ ബാഗിലാവട്ടെ നടാൻ. അത് നമ്മുടെ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്നതിനും നല്ല പുഷ്ടിമയോടുകൂടി നമ്മുടെ ചെടികൾ വളരുന്നതിനും വേണ്ടിയിട്ടാണ്. ഒരാഴ്ച നമ്മളിത് ഗ്രോ ബാഗിൽ നട്ട ചെടികൾ തണലത്ത് സൂക്ഷിക്കണം. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ചെടി മണ്ണുമായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് വെയിലത്തെടുത്ത് വെക്കാം. പുരയിടങ്ങളിൽ നടുന്ന ചെടികൾ നമ്മൾ തണൽ കുത്തി അവരെ സംരക്ഷിക്കുക. ചെടി മണ്ണുമായി യോജിച്ച് കഴിയുമ്പോൾ മാത്രമേ ആ തണൽ നമ്മൾ മാറ്റി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെടി വളരാനായിട്ട് ഒരു ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തു. ചെടി ഏകദേശം ഒരു പുതിയ ഇലയൊക്കെ ഇടാനായിട്ടുള്ള പാകമായി കഴിയുമ്പോൾ മുതൽ നമുക്ക് നമ്മുടെ കൃഷിയിലേക്ക് ആരംഭിക്കുകയാണ്. നമ്മൾ നമ്മുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ ഇനി കൊടുക്കേണ്ടുന്ന സമയമാണ്. ഓരോ സമയത്തും നമ്മൾ പറയാറുണ്ട്, രോഗം വന്നതിന് ശേഷം അത് നമുക്കാണെങ്കിലും ചെടികൾക്കാണെങ്കിലും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് രോഗം വരാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെടികൾക്ക് രോഗം വരാതെ നല്ല കായ്ഫലങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ, നല്ല ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കിയെങ്കിൽ അത് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കും രോഗം വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ ചെടികൾക്ക് രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാം പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മൾ നട്ടു 10 ദിവസത്തേക്ക് നമ്മൾ ചെടികളെല്ലാം വളരാനായിട്ട് അനുവദിച്ചു. അവർ കുരുന്നിലകൾ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഒരാഴ്ചയിലേക്ക് ആവശ്യമായിട്ടുള്ള പരിചരണ മുറകളെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മൾ 3-4 കൂട്ടുകൾ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി അത് നമ്മൾ ആഴ്ചയിലെ ഓരോ ദിവസവും ഇത് ഓരോന്നോരോന്നായി നമ്മുടെ ചെടികൾക്ക് കുറേശ്ശെയായിട്ട് നൽകി തുടങ്ങും. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ഗ്രോ ബാഗിലാണ് നമ്മൾ ചെടികൾ നട്ടതെങ്കിൽ തിങ്കളാഴ്ച നമുക്ക് ഒരു ചെറിയൊരു ടൈം ടേബിളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. തിങ്കളാഴ്ച നമുക്ക് നനയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്യൂഡോമോണസ് ഏറ്റവും നല്ല ഒരു സഹായിയാണ്. നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ എല്ലാ ചെടികൾക്കും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേ ആയിട്ടും കൊടുക്കാം. അത് രോഗങ്ങളൊന്നും വരാതെ നമ്മുടെ ചെടികളെ കാത്തു സംരക്ഷിക്കും. ചൊവ്വാഴ്ച ചെറിയ നന മാത്രം മതി. ബുധനാഴ്ച നമ്മൾ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന വളക്കൂട്ട്, അത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞായിരുന്നു. ചാണകവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം ചേർത്തിട്ടുള്ളൊരു വളക്കൂട്ട് നമ്മൾ പുളിപ്പിച്ച് വെച്ച് റെഡിയാക്കിയതുകൊണ്ട് അത് ഒരു കപ്പെടുത്ത്
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വളക്കൂട്ടായതുകൊണ്ട് അത് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് മാത്രമേ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവൂ. അല്ലെങ്കിൽ നമുക്കതിന് ദോഷഫലങ്ങൾ, അതായത് പെട്ടെന്ന് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം ചെല്ലുമ്പോൾ ചെടി ചിലപ്പം വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കപ്പ് വളക്കൂട്ട് 10 കപ്പ് വെള്ളവുമാക്കി ചേർത്ത് ഇരട്ടി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബുധനാഴ്ചകളിൽ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് രോഗമൊന്നും വരാതിരിക്കാനും ചെടി വളരാനും നമ്മളെ സഹായിക്കും. വ്യാഴാഴ്ച വീണ്ടും നമ്മൾ പറഞ്ഞു, അസാഡിറാക്റ്റിൻ എന്ന് പറയുന്നത് ഒരു വേപ്പ് അധിഷ്ഠിത ജൈവ കീടനാശിനിയാണ്. അപ്പോൾ അത് നമ്മൾ രോഗം വന്നിട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്, രോഗം വരാതിരിക്കാനോ ചെടികളുടെ ഇലകളിൽ പ്രത്യേകിച്ചും ഇലകളുടെ അടിവശങ്ങളിൽ വീഴത്തക്ക രീതിയിൽ 2 മില്ലി 1 ലിറ്റർ എന്ന രീതിയിൽ ചെടികളുടെ അടിയിലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അടിവശത്തും മുകളിലും എല്ലാം നനയത്തക്ക രീതിയിൽ. അത് നമ്മളെ ഒരു കീടരോഗങ്ങൾ വരാതെ നമ്മുടെ ചെടിയെ സംരക്ഷിക്കും. അത് പുരയിടത്തിൽ നട്ട കൃഷികൾക്കും ഗ്രോ ബാഗിലെ കൃഷികൾക്കുമെല്ലാം ഇത് നമുക്ക് ഒരുപോലെ തന്നെ നമുക്ക് ചെയ്യാം. വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും, നമ്മളിപ്പോൾ 4 ദിവസം കഴിഞ്ഞു, വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫിഷ് അമിനോ, അത് ഇപ്പോഴേ വേണ്ട, നമ്മുടെ 20-21 ദിവസം ചെടി നട്ട് 1 മാസം ആകുമ്പോഴേക്കും നമ്മുടെ ഇപ്പോൾ റെഡിയാക്കിയാൽ നമ്മുടെ ഫിഷ് അമിനോ എഗ് അമിനോ തയ്യാറാവുകയുള്ളൂ. അപ്പോൾ ഈ ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ്, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് മാറി മാറി ഓരോ ആഴ്ചകളിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പച്ചക്കറികൾക്ക് നല്ല പൂക്കളുണ്ടാകുന്നതിന്, വളരെ നല്ല കായ്പിടുത്തം ഉണ്ടാകുന്നതിന്, ദീർഘകാലം കായ് ഉണ്ടാകുന്നതിനുമെല്ലാം ഈ ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് രണ്ടിൻ്റെയും ഗുണങ്ങൾ പറയാതെ വയ്യ. നമ്മുടെ കർഷക ഗ്രൂപ്പുകൾ ഇതിൻ്റെ അനുഭവസ്ഥരാണ്, ഞാനും അതിൻ്റെ അനുഭവസ്ഥയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 2 മിശ്രിതങ്ങൾ നിങ്ങളൊരു കൃഷി ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തയ്യാറാക്കിയിട്ടേ തുടങ്ങാവൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളി ദിവസങ്ങളിൽ 2 മില്ലി 1 ലിറ്റർ എന്ന കണക്കിൽ ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ എഗ് അമിനോ ആസിഡ് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാം. നമ്മുടെ ശനിയാഴ്ച ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ട്രൈക്കോഡെർമയുടെ ഒരു വളക്കൂട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ട്രൈക്കോഡെർമ, വേപ്പിൻ പിണ്ണാക്ക് ചേർന്ന ഒരു വളക്കൂട്ട് നമ്മൾ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ പിടി ഓരോ ചെടിയുടെ ചുവട്ടിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അത് എല്ലാം ഒരുപോലെ തന്നെ നമ്മുടെ ഫീൽഡിലാവട്ടെ നമ്മുടെ ഗ്രോ ബാഗിലാകട്ടെ നമുക്ക് ഈ വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഞായറാഴ്ച നമ്മളൊന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോലെ തന്നെ ജീവനുള്ളവയാണ് നമ്മുടെ പച്ചക്കറികളും എല്ലാ വൃക്ഷലതാദികളും. നമ്മൾ അവയോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വെയിൽ കിട്ടാത്ത സ്ഥലങ്ങളിൽ നിൽക്കുന്ന തെങ്ങുകൾ മരങ്ങളൊക്കെ വളഞ്ഞ് വെയിൽ തേടി പോകുന്നത് അത് അവർക്കത് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സന്തോഷത്തോടെ ഇടപെടുമ്പോൾ നമുക്കുല്ലാസം, ഒപ്പം ചെടികൾക്കും അത് മനസ്സിലാകുന്നു. അപ്പോൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യും. അപ്പം ജീവനുള്ളവയാണ് നമ്മുടെ ചെടികൾ എന്ന ബോധ്യത്തോടു കൂടി നമ്മൾ ആഹാരം ദിവസവും കഴിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ, അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ജൈവ കീടനാശിനികളും അതാത് ദിവസങ്ങളിൽ കൃത്യമായ രീതിയിൽ ചെയ്യുകയും പരിചരിക്കുകയും ചെയ്താൽ തീർച്ചയായും യാതൊരു കീടനാശിനികളും ഉപയോഗിക്കാതെ തന്നെ നല്ല രീതിയിൽ വിളവെടുക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നതിന് ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാൻ അനുഭവസ്ഥയുമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ കുമ്മായ പ്രയോഗം നടത്തുന്നതിന് നമ്മൾ മറക്കരുത്. കാരണം കുമ്മായം ഓരോ മാസവും കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ആ പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു പോകും. അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ഗ്രോ ബാഗിൽ നമ്മൾ ചെയ്യുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ കുമ്മായം വീഴാതെ പ്രത്യേകം സൂക്ഷിക്കണം. ആ ഗ്രോ ബാഗിൻ്റെ ഉൾവശങ്ങളിലോട്ട് ചേർത്ത് വേണം നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കാൻ. ഇത് നമ്മളിപ്പോൾ കാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മളിങ്ങനെ നട്ടു, നമ്മൾ ആഴ്ചയിലെ പരിചരണങ്ങളൊക്കെ കഴിഞ്ഞു. 45-50 ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ പൂവിടാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ആ ചെടിയുടെ ഇലകൾ ചേർത്ത് കെട്ടിക്കൊടുക്കണം. അത് ചെയ്യുന്നത് സൂര്യപ്രകാശം നേരിട്ട് ആ പൂക്കളിൽ അതിന് കളറ് വ്യത്യാസം വരാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കാബേജ് നമുക്ക് 3 മാസത്തിനുള്ളിൽ നമുക്ക് കാബേജും ഇതുപോലെ തന്നെ വിളവെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരാഴ്ചയിലെ പരിപാലനക്രമം പറഞ്ഞപ്പോൾ സ്യൂഡോമോണസ് ലയനിയുടെ കാര്യം പറഞ്ഞു. അത് നമ്മുടെ ചെടികൾക്ക് ചെടിയുടെ കടചീയൽ വരാതിരിക്കുന്നതിന് ഈ സ്യൂഡോമോണസ് വളരെ അത്യുത്തമമാണ്. ചീയൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കീടനാശിനികളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണത്.
അതുപോലെ ഇലതീനി പുഴുക്കൾ നമ്മുടെ കാബേജ് കോളിഫ്ലവറുകളെയൊക്കെ വളരെയധികം ഉപദ്രവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബിവേറിയ ബാസിയാൻ എന്ന ജൈവ കുമിൾ നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. അല്ല എങ്കിൽ പിന്നെ നമ്മുടെ ഈ കാബേജിനും കോളിഫ്ലവർ ഇതിനെല്ലാം എതിരെ ഉള്ള ഒരു പ്രധാന ശത്രു കീടമാണ് ഡയമണ്ട് ബ്ലാക്ക് മോത്ത്. അപ്പോൾ ഇതിനെതിരായിട്ട് നമുക്ക് വെർട്ടിസീലിയം എന്ന് പറഞ്ഞ മിത്രകുമിൾ 15-20 ഗ്രാം 1 ലിറ്റർ എന്നുള്ള രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ അല്ല എങ്കിൽ നമുക്ക് ഗോമൂത്രം കാന്താരി, അത് ഭയങ്കര റിസൾട്ട് തരുന്ന ഒരു ജൈവ കീടനാശിനിയാണ്. അത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നമ്മൾ പച്ചച്ചാണകം വാങ്ങുന്നിടത്ത് നമ്മൾ ഒരു ലിറ്റർ ഗോമൂത്രം വാങ്ങി വെക്കുക, ഒരു പിടി കാന്താരി നമ്മൾ മിക്സിയിൽ അരച്ച് ഈ ഗോമൂത്രവുമായി മിക്സ് ചെയ്ത് അരിച്ചെടുത്ത് നമ്മുടെ കുപ്പിയിൽ സൂക്ഷിച്ചാൽ അത് നേർപ്പിച്ച് 10 ഇരട്ടി, ഗോമൂത്രം നമുക്കറിയാം ആസിഡാണ്, അത് 10 ഇരട്ടി വെള്ളവുമായിട്ട് നേർപ്പിച്ച് വേണം നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. ഒരൊറ്റ കീടം പോലും ഈ സ്പ്രേ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ അടുത്ത് വരില്ല, കാരണം അതിന് പൊള്ളലേൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർഷകർ അത് വളരെ വിജയകരമായിട്ട് വലിയ വിളകളിലും എല്ലാം ഉപയോഗിച്ച് വിജയിച്ച ഒരു കഥയാണ് നമ്മുടെ ഗോമൂത്രം കാന്താരിയുടേത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർഷകർ നമ്മളെല്ലാവരും അത് അറിഞ്ഞിരിക്കണം. ഗോമൂത്രം കാന്താരിയോളം എഫക്റ്റീവായിട്ടുള്ള ഒരു ശക്തമായ ജൈവ കീടനാശിനി എന്ന് പറയാം. കീടങ്ങളെയൊക്കെ ഒഴിവാക്കുന്നതിന് വളരെ നല്ല രീതിയിൽ നമുക്ക് സഹായിക്കുന്ന ഒന്നാണ് ഗോമൂത്രം കാന്താരി മിശ്രിതം. പിന്നെ നമ്മൾ കൃഷി ചെയ്തപ്പോൾ കണ്ട ചില പ്രശ്നങ്ങൾ, തക്കാളി കൃഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തക്കാളിയെല്ലാം കൃഷി ചെയ്തപ്പോൾ വളരെ നല്ല രീതിയിൽ വളർന്നു, പൂവിട്ടു, നല്ല സ്ട്രോങ് ആയിട്ട് തക്കാളി പൊങ്ങി വരുമ്പോൾ നമ്മൾ എല്ലാത്തിനും കാബേജ് കോളിഫ്ലവർക്ക് നമ്മൾ കെട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു. തക്കാളി പൊങ്ങി വരുമ്പോഴേ നമ്മൾ ഗ്രോ ബാഗിൽ കയറിട്ട് കെട്ടി, കാരണം അത് പൊങ്ങി അതിന് തനിയെ നിൽക്കാനുള്ള സപ്പോർട്ട് ഇല്ല. അപ്പം നമ്മൾ കമ്പ് നാട്ടി കയറിട്ട് ചെറിയ ചണനൂലോ അല്ലെങ്കിൽ ചാക്കുനൂലോ ഇട്ട് കെട്ടി വേണം നമ്മൾ തക്കാളിയെ നിർത്താൻ. കൊലയായിട്ട് കായ്ക്കുന്നതാണ് നമ്മുടെ തക്കാളികൾ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ വാട്ടരോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇടയ്ക്ക് ഞാൻ കുമ്മായി ഇടണം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ എവിടെയെങ്കിലും വാട്ടരോഗത്തിൻ്റെ ലക്ഷണം കണ്ടാൽ ഉടനെ തന്നെ നമ്മുടെ എല്ലാ ചെടികളിലും നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ വളരെ ഇഫക്റ്റീവാണ് വരാതിരിക്കാൻ. ബ്ലീച്ചിങ് പൗഡർ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമ്മൾ ചുവട്ടിൽ അല്പം ഇട്ടായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ബാക്ടീരിയൽ വാട്ടം വരാതെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്യാണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ശക്തി, മുക്തി, അനഘ തുടങ്ങിയ വെറൈറ്റി തക്കാളികൾ ഈ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതുപോലെ കൃഷി ചെയ്തപ്പോൾ കണ്ടത്, നല്ലപോലെ കായ്ച്ചു വന്നു തക്കാളിയുടെ അടിയിൽ, പക്ഷേ കായയുടെ അടിയിലെല്ലാം കറുത്ത് വട്ടത്തിൽ വന്നു. അപ്പോൾ നമ്മളത് അതിൻ്റെ ലക്ഷണം, അതായത് തക്കാളി കായുടെ ചുവട്ടിൽ കറുപ്പ് നിറം കാണുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയുടെ ലക്ഷണമാണ്. അപ്പോൾ നമുക്ക് അതായത് നമ്മുടെ ഗ്രോ ബാഗിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുമ്മായ ഇട്ടിട്ട് നമുക്ക് അത് പൂർത്തിയാവാത്തത് കൊണ്ടായിരിക്കാം, അതിൻ്റെ ഇഫക്റ്റ് പൂർണ്ണമായി ചെടികൾക്ക് കിട്ടാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ. അല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ കാൽഷ്യം പെട്ടെന്ന് നമുക്ക് ചെടികൾക്ക് കിട്ടത്തക്ക രീതിയിൽ പിന്നീട് കുമ്മായി ഇടുന്നതിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ കാൽഷ്യം നൈട്രേറ്റ്, അത് 2 ഗ്രാം 1 ലിറ്ററിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ ഇങ്ങനെ പിന്നീട് വന്ന തക്കാളികളൊന്നും ആ കറുപ്പ് നിറം വരാതെ തന്നെ നല്ല തക്കാളികളായിട്ട് വന്നു. അതായത് കാൽഷ്യം ഡെഫിഷ്യൻസി നമുക്ക് കറക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കാൽഷ്യം നൈട്രേറ്റ് സ്പ്രേ കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ മുളകില്ലാത്ത ഒരു വീടുമില്ല. ഇവിടെയും ഈ ബാക്ടീരിയൽ വാട്ടം ഒരു വലിയ ശത്രുവാണ്. ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നമുക്ക് പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ ജ്വാലാസഖി, ജ്വാലാമുഖി, ഉജ്ജ്വല, അനുഗ്രഹ തുടങ്ങിയ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതാണ് വാട്ടരോഗത്തെ എതിർക്കുന്നതിനായിട്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ വാട്ടരോഗത്തിന് ഏറ്റവും നല്ല രീതി ഞാൻ പറഞ്ഞു, നമുക്ക് ബ്ലീച്ചിങ് പൗഡറോ കുമ്മായമോ നമുക്ക് ചേർത്താൽ വാട്ടരോഗം പ്രതിരോധിക്കുന്നതിന് ഒരു പരിധിവരെ സാധിക്കും. പിന്നെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങൾ നമ്മൾ നട്ടാൽ അത് നമുക്ക് നല്ല രീതിയിൽ വാട്ടം വരാത്ത ഇനങ്ങൾ കൃഷി ചെയ്യുക എന്നുള്ളതാണ് അതിന് ഒരു പ്രതിരോധ മാർഗമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടത്തിൽ കണ്ടിരിക്കുന്ന ഒന്നാണ്, ഈ കൃഷിയിടങ്ങളിലെല്ലാം നനവ് വരുമ്പോൾ ടെറസുകളിലും മുറ്റത്തുമൊക്കെ ധാരാളം, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ സമയങ്ങളിലെല്ലാം ഈ സന്ധ്യാസമയമാകുമ്പോഴേക്കും നമ്മുടെ ചെടികളിലെല്ലാം ധാരാളം ഒച്ച്
ഒച്ചിൻ്റെ ശല്യം ധാരാളം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒച്ചിനെ ഒരു തരത്തിലും നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കില്ല. ഓരോന്നോരോന്ന് ഒന്നുകിൽ പെറുക്കിയെടുത്ത് കളയാം, അതത്ര പ്രായോഗികമല്ല. അതിൽ വിജയകരമായിട്ട് കണ്ടത് നമുക്ക് അതായത് ഒരു കീടത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ കാണാൻ സാധിക്കുക. അതായത് ഒച്ചിനെ ആകർഷിക്കുന്ന ചില ഒച്ച് കൂടുതലായിട്ടും കാണുന്ന ചെടികളെ ഏതൊക്കെയാണ് നോക്കിയപ്പോൾ നമ്മൾ പഴുത്ത പപ്പായയുടെ ഇല, കാബേജിൻ്റെ, കോളിഫ്ലവറിൻ്റെ ഒക്കെ അഴുകിയ ഇലകളിലൊക്കെ ധാരാളം ഒച്ചുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒച്ചുകളെ ആകർഷിക്കുന്നതിനായിട്ട് അതിന് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മുടെ ഒരു ചണച്ചാക്കിൽ ഒരു കഷ്ണം മുറിച്ചെടുത്ത് നനച്ച് അതിൽ ഈ പപ്പായ പഴുത്ത് അഴുകാറായ പപ്പായയുടെ ഇല അല്ലെങ്കിൽ കാബേജോ കോളിഫ്ലവറോ ഇതിൻ്റെയൊക്കെ അഴുകാറായ ഇല ഇട്ട് അല്പം നനയൊഴിച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ ധാരാളം ഒച്ചുകൾ ഇതിൽ അട്രാക്ട് ചെയ്ത് രാത്രിയാകുമ്പോൾ ഈ ഒച്ചുകളെല്ലാം ഇവിടേക്ക് വരും. അപ്പോൾ നമ്മൾ രാവിലെ വരുമ്പോൾ അല്ല രാവിലെ തന്നെ വേണമെന്നില്ല, സന്ധ്യയ്ക്ക് ഈ ഒച്ചുകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടാണേലും എല്ലാത്തിനെയും ഒരു ബക്കറ്റിലേക്ക് പെറുക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പിട്ടാൽ നമുക്കറിയാം ഒച്ചിൻ്റെ മുകളിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച് മുഴുവൻ ചത്തുപൊക്കോളും. ഇനി അതല്ല നമ്മൾ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് വന്ന് നോക്കിയാൽ ഈ ഇത്ര അധികം ഒച്ചുകൾ ഈ നനഞ്ഞ ചാക്കിൽ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒച്ചുകളെല്ലാം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും നല്ല ജൈവിക മാർഗമാണ് ഒച്ചുകെണി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതിനോട് യാതൊരു സംശയമില്ല. അതായത് എനിക്ക് പറയാനുള്ളത്, രോഗം വന്നിട്ട് നമ്മളതിനെ പ്രതിരോധിക്കാനായിട്ട് രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ഫലപ്രദമാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ രീതിയിൽ നമുക്ക് നല്ല സമയമാണ്. ഏറ്റവും നമുക്ക് തുടങ്ങാൻ ഒട്ടും വൈകിയില്ല, കറക്റ്റ് സമയമാണ്. ഈ സമയത്ത് നമ്മൾ കൃഷി ഇറക്കുക. അതിന് മുമ്പേ തന്നെ നമ്മുടെ ട്രാപ്പ് ക്രോപ്സ് നമ്മൾ പറഞ്ഞു, ബന്ദിയോ സൂര്യകാന്തിയോ. ബന്ദി നമുക്ക് നമ്മുടെ നഴ്സറികളിൽ ലഭിക്കുമെങ്കിൽ ബന്ദി ഒരു നേരം നമുക്ക് ചുറ്റും ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്ക് വേറെ ഒരു ചെടിച്ചട്ടികളിൽ കുറച്ച് ബന്ദി നട്ട് ഇതിന് ചുറ്റും റെഡിയാക്കി നിർത്തുക, ഇപ്പോൾ തന്നെ നടുക. അപ്പോൾ അതുപോലെ വളപ്രയോഗങ്ങളും കീടനാശിനി പ്രയോഗങ്ങളുമൊക്കെ ജൈവിക രീതിയിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെ ജൈവിക രീതിയിൽ ചെയ്താൽ ഒരിക്കലും നിങ്ങൾക്ക് യാതൊരുവിധ കീടനാശിനി പ്രയോഗവും നടത്തേണ്ടി വരില്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ഫാമിലൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ ജൈവ കൃഷി ചെയ്ത് തന്നെ നല്ല വിജയകരമായിട്ട് നമുക്ക് കാബേജും കോളിഫ്ലവർ പിന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെ തുടങ്ങി ധാരാളം ശീതകാല പച്ചക്കറി കൃഷികൾ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ കർഷകർ തക്കാളിയൊക്കെ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ, ഒരു ചെടി നട്ട് അത് വിളഞ്ഞ് നിറയെ തക്കാളി കായ്ച്ചു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കർഷകരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് ഒരു ആത്മസംതൃപ്തിയുണ്ട്. ഇത് നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ ഒരു വീട്ടിൽ ഒരു ചുരുങ്ങിയത് 25-30 ഗ്രോ ബാഗിൽ നമ്മൾ വിവിധ രീതിയിലുള്ള കൃഷി ഇറക്കിയാൽ കാബേജ്, കോളിഫ്ലവർ, തക്കാളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അങ്ങനെ പച്ചമുളക്, വെണ്ടയ്ക്ക, ഇതെല്ലാം ഒരു 30 ഗ്രോ ബാഗിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമുക്ക് തന്നെ വീട്ടിൽ വിളവെടുക്കാം. ഒപ്പം നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരു അസൈൻ ചെയ്ത് അവർക്ക് 5 ഗ്രോ ബാഗ് ഒരാളുടെ ചുമതലയിൽ, 5 ഗ്രോ ബാഗ് അടുത്തയാളുടെ ചുമതലയിൽ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും തമ്മിലൊരു ആരോഗ്യകരമായ മത്സരം ഉണ്ടാകും. അപ്പോൾ അത് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റി ആയിട്ട് ഈ 2-3 മാസം നല്ല രീതിയിൽ കൃഷി ചെയ്ത് വളർത്തിക്കൊണ്ട് വന്നാൽ അത് നല്ല ഒരു അനുഭവമായിരിക്കും. ഇത്തവണത്തെ ശീതകാല പച്ചക്കറി കൃഷി നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ചെയ്ത് അതൊരു വിജയഗാഥയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടത്, പച്ചമുളകിലെ പച്ചമുളകിലെ വെള്ളീച്ച. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പച്ചമുളക് കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് വെള്ളീച്ചയുടെ ആക്രമണം നമ്മളറിയാം. ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ പാറി പറന്നു പോകുന്ന ഈച്ചകളെ നമ്മൾ വെള്ളീച്ചകളെ കണ്ടിട്ടുണ്ട്. അപ്പം നീര് ഉറ്റിക്കളിക്കുന്ന ഇത്തരം ഈച്ചകൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ ഗോമൂത്രം, കാന്താരി, അത് വളരെ അത്യുത്തമമാണ്. അത് വന്നതിന് ശേഷം, അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ വന്നതിന് ശേഷമല്ല, വരുന്നതിന് മുമ്പേ തന്നെ പച്ചമുളകിലും പ്രത്യേകമായും ഈ വെള്ളീച്ചയുടെ ആക്രമണം വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ നമുക്ക് വെർട്ടിസി, അത് ജൈവ ഇതാണ് വെർട്ടിസീലിയ. നമുക്ക് ഒരു 15-20 ഗ്രാം വെള്ളത്തിൽ കലർത്തി നമുക്ക് സ്പ്രേ കൊടുക്കാം. ഈ ഗോമൂത്രം, കാന്താരിയുടെ ഒരു കൂട്ട്
ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു ലിറ്റർ ഗോമൂത്രത്തിന് ഒരു പിടി കാന്താരി അരിച്ചെടുത്തതിൽ നിന്ന് നേർപ്പിച്ച് 10 ഇരട്ടി വെള്ളവും ചേർത്ത് നേർപ്പിച്ച് നിങ്ങളൊരു ഒന്നരാടൻ നമ്മുടെ ഓൾട്ടർനേറ്റ് ദിവസങ്ങളിൽ നമ്മുടെ പച്ചമുളകിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു വെള്ളീച്ചയും നമ്മുടെ കൃഷിയിടത്തെ ബാധിക്കുകയില്ല. പിന്നെ പയറിന് നല്ല രീതിയിൽ വിളവ് കിട്ടി പെട്ടെന്ന് കുരുടിപ്പുണ്ടാകുന്നു എന്ന് പറയുന്നത് നമ്മൾ നോക്കിയാൽ അറിയാം. നമ്മുടെ ഇല കുരുടിച്ചു പോകുന്നത് ഇലയുടെ ചുവട്ടിൽ പറഞ്ഞ പോലെ വെള്ളീച്ചയോ അല്ലെങ്കിൽ ചെറിയ നീര് ഊറ്റി കുടിക്കുന്ന കീടങ്ങൾ ഇലയുടെ അടിയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഇല കുരുടിച്ചു പോകുന്നത്. അപ്പോൾ നല്ല ഗ്രോത്തുള്ള ചെടികളിൽ ആദ്യത്തെ വിളവൊക്കെ കഴിയുമ്പോഴേക്കും ഇലച്ചാർത്ത് കൂടുമ്പോൾ, അതായത് നൈട്രജൻ കണ്ടന്റ് കൂടുമ്പോൾ ചെടി നല്ല ആർത്ത് വളരും. അപ്പം നമ്മുടെ കൂടുതൽ ആളുകളും ചെടി നന്നായി വളരാനായിട്ട് ധാരാളം രാസവളങ്ങൾ ഉപയോഗിക്കും. അപ്പം നൈട്രജൻ വളങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചെടികൾ വളരെ അധികമായിട്ട് ചെടിയുടെ വെജിറ്റേറ്റീവ് ഗ്രോത്ത് വളരുമ്പോൾ അതിന് ആർത്ത് വളരുമ്പോൾ നമ്മുടെ ചെടികളിലേക്ക് കൂടുതൽ കീടങ്ങളുടെ ആക്രമണവും കൂടും. അപ്പം ഇങ്ങനെ ഈ കീടാക്രമണം കൂടുന്നത് കൊണ്ടാണ് ചെടികളുടെ ഇലകൾ കുരുടിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുരുടിച്ചു പോകാതിരിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവ കീടനാശിനികൾ നമുക്ക് ഇലയുടെ അടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് ഏകദേശം ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു കുടുംബകൃഷി ചെയ്യാം. എല്ലാവർക്കും അതൊരു വിജയകഥയാവട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിലൂടെ ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ഒരു വിജയമായിരിക്കുമെന്ന് ഞാൻ ആശംസിക്കും. താങ്ക് യു. ഒരു മിനിറ്റ്. ഫിഷ് അമിനോ എഗ് ആസിഡ് ഉപയോഗിക്കേണ്ട അളവ് ചോദിച്ചിരുന്നു. ഫിഷ് അമിനോ എഗ് നമ്മൾ 2 മില്ലിയാണ് 1 ലിറ്റർ വെള്ളത്തിന്. 2 മില്ലി പച്ചക്കറികൾക്ക് നമ്മൾ 2 മില്ലിയുടെ ആവശ്യമേ ഉള്ളൂ. കാരണം നമ്മൾ എല്ലാ ആഴ്ചകളിലും നമ്മൾ സ്പ്രേ കൊടുക്കുന്നത് കൊണ്ടും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും ചെയ്യുന്നത് കൊണ്ട് 2 മില്ലി 1 ml ആവശ്യമുള്ളൂ.